ഇമാം ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളയുടെ അടുക്കലേക്ക് സൗദി അറേബ്യയിലെ രാജാവ് ഒരിക്കൽ വന്നു. വളരെ ഒരു ചെറിയ വീട്ടിലാണ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള ഇരിക്കുന്നത്. ആ ഒരു അവസ്ഥ കണ്ടപ്പോൾ സൗദി അറേബ്യയിലെ രാജാവ് പറഞ്ഞു, നിങ്ങൾക്കൊരു വീടുണ്ടാക്കി തരട്ടെ. അപ്പോൾ ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറഞ്ഞു, എനിക്കൊരു വീട് ഏകദേശം പണി പൂർത്തിയായിട്ടുണ്ട്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളയുടെ ശിഷ്യന്മാർ ആ സദസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് തൊട്ടപ്പുറത്ത്. ആ കുട്ടികളൊക്കെ ഇങ്ങനെ നോക്കി ഉസ്താദിന് വീടോ? എവിടെ ഇപ്പോൾ ഉസ്താദിന് വീട് പണിയുന്ന വിവരം നമ്മൾ അറിഞ്ഞില്ലല്ലോ. അങ്ങനെ രാജാവിനോട് ആവശ്യപ്പെട്ടത് ഒരു പള്ളി നിർമ്മിച്ചു തരണം എന്നാണ്. പള്ളിയൊക്കെ ഒന്നുകൂടെ ഉഷാറാക്കി തരണം. രാജാവ് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളയുടെ ആവശ്യം അത് പരിഗണിച്ച് ഒരു പള്ളി നിർമ്മിക്കാൻ തീരുമാനിച്ച് അവിടെ നിന്ന് പോയി. ഉസ്താദിന്റെ ശിഷ്യന്മാരൊക്കെ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ്റെ അടുത്തേക്ക് വന്ന് ചോദിച്ചു, ഉസ്താദേ, നിങ്ങൾക്ക് എവിടെ വീട് വെക്കുന്നത്? ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ, നിങ്ങളുടെ വീട് എവിടെയാണ്? ആ സമയത്ത് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറഞ്ഞു, ഉനൈസയിൽ എനിക്കല്ല, നിങ്ങൾക്കെല്ലാവർക്കും വീടുണ്ട്. 6 അടി മണ്ണാണ് എൻ്റെ വീട്, 6 അടി മണ്ണാണ് എൻ്റെ വീട്. സഹോദര, നമുക്ക് പോയി കിടക്കാനുള്ള ആ മണ്ണിൻ്റെ ഭവനത്തിൽ, ഇരുട്ടിൻ്റെ ചുമരിൽ എന്ത് വെളിച്ചത്തിനുള്ള എന്ത് കർമ്മമാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലുള്ളത്. അതുകൊണ്ട് നെഞ്ചത്തൊന്ന് തൊട്ടു നോക്കണം. ഒരു മിടിപ്പ് ഇങ്ങനെ കാണുന്നുണ്ട്. അല്പനേരത്തേക്ക് നമ്മൾ നെഞ്ചത്ത് തൊട്ടു നോക്കുമ്പോൾ, സഹോദര, ഒഴിഞ്ഞിരുന്നൊന്ന് തൊട്ടു നോക്ക്, നെഞ്ചത്ത് മിടിപ്പുണ്ട്. ആ മിടിപ്പ് നമ്മളോട് പറയുന്നൊരു വലിയ മെസ്സേജ് ഉണ്ട്. ദഖാതു ഖൽബിൽ മർഇ ഖായിലതുൻ ലഹു ഇന്നൽ ഹയാത ദഖായികും വസവാനി. മനുഷ്യ, നിന്റെ ഹൃദയമിടിപ്പ് നിന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് ആ കാര്യമെന്നറിയുമോ? ഇന്നൽ ഹയാത, നിശ്ചയമായും ജീവിതം എന്ന് പറഞ്ഞാൽ ദഖായികും വസവാനി, അത് കുറേ മിനിറ്റുകളാണ്, നിമിഷങ്ങളാണ്, കുറേ മണിക്കൂറുകളാണ്, കുറേ ആഴ്ചകളാണ്, കുറേ വർഷങ്ങളാണ്, കുറേ മാസങ്ങളാണ്. ഈ ജീവിതം ഇങ്ങനെ മുന്നോട്ട് കടന്നുപോയി കൊണ്ടിരിക്കുമ്പോൾ അടുത്തൊരു വർഷം വരുമ്പോൾ സന്തോഷിക്കുകയല്ല, അടുത്തൊരു വർഷം വരുമ്പോൾ വിലയിരുത്തുക, പടച്ചോനെ, എനിക്ക് ഈ ഭൂമിയിൽ 30 കൊല്ലം ആയുസ് തന്നിട്ട് എൻ്റെ ആയുസ്സിൽ ഇത്രയേറെ ദിവസങ്ങൾ സമയവും ആരോഗ്യത്തോടെ എനിക്ക് നീ നൽകിയിട്ട്, ലോകത്തിൻ്റെ റബ്ബേ, നിനക്ക് വേണ്ടി എന്ത് ചെയ്യാനാണ് എന്നെ കൊണ്ട് സാധിച്ചിട്ടുള്ളത്?